ശരണമയ്യപ്പ. ശരണം ശബരിഗിരീശത്തിലേക്ക് സ്വാഗതം. കെട്ട് നിറച്ച് പോകുന്ന ഭക്തന് ശബരിമലയിലേക്ക് ഇപ്പോൾ പല വഴികളുണ്ട്. ഒരു കാലത്ത് പരമ്പരാഗത വഴിയായിട്ടുള്ള എരുമേലി വഴി അത് കൊടും വനമാണ്. ഇപ്പോഴും കൊടും വനം തന്നെയാണ്. അതുവഴിയുള്ള യാത്ര എന്ന് പറയുന്നത് ദിവസങ്ങളെടുക്കും. പമ്പയിലെത്തുന്നു, അവിടെ നിന്ന് വീണ്ടും നീലിമല അപ്പാച്ചിമേട് വഴി എത്തുന്നു. ഇപ്പോൾ പുൽമേട് വഴിയും എത്തുന്നുണ്ട്. അത് ഈ കാനനപാതകളൊക്കെ തീർത്ഥാടന കാലത്ത് മാത്രമേ തുറന്നു കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് നേരെ പമ്പയിൽ വരെ വന്ന് സ്വന്തം വാഹനത്തിലോ പൊതുഗതാഗതത്തെ ആശ്രയിച്ചോ എത്തുന്നുണ്ട്. ചാലക്കയം പമ്പ വഴി എത്തിച്ചേരുന്നതുണ്ട്. ഇത് 3 വഴികളിൽ ഈ തീർത്ഥാടനത്തിൽ മിക്കവരും പേർ ഉപയോഗിക്കുന്നുണ്ട് എരുമേലി വഴി. അപ്പോൾ എല്ലാവരും ഈ എരുമേലി വഴി വരുമ്പോൾ അവിടെ പേട്ട തുള്ളണോ? സ്വാഭാവികമായിട്ടും ഈ പഴയ കാലത്തെ വ്രതങ്ങൾ പൂർണ്ണമായി അനുഷ്ഠിക്കുന്നവരാണ് എരുമേലി വഴിയുള്ള യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, കഠിനമായ 40 ദിനങ്ങളുടെ വ്രതം പൂർത്തീകരിച്ച് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് എരുമുടി നിറച്ച് അനവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവർ ദർശനം നടത്താറുണ്ട്. അവിടെല്ലാം ദർശനം നടത്തി എരുമേലിയിൽ വന്ന് പേട്ടത്തുള്ളലും അതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പേട്ടയും തുള്ളി ഈ പറഞ്ഞ കരിമല, നീലിമല, പാച്ചും ഇതെല്ലാം നമ്മൾ താണ്ടി അവിടെ എത്തുന്നു എന്നുള്ളത് അവർക്ക് ആ ഭഗവാൻ പണ്ട് അതിലൂടെ യാത്ര ചെയ്തു എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വഴിയിലൂടെ ആ വഴിത്താരകളെല്ലാം നടന്ന് അവിടെ ഭഗവത് സന്നിധിയിലെത്തുന്നു എന്നുള്ളതൊരു വിശ്വാസം. അങ്ങനെ വരുമ്പോൾ അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നവരെല്ലാം തന്നെ അവിടെ പേട്ടത്തുള്ളൽ നടത്താറുണ്ട്. നടത്താത്തവരും ധാരാളമുണ്ട്. എരുമേലി വഴി യാത്ര ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിർബന്ധമായിട്ടും എരുമേലിയിൽ എത്തുന്നവരെല്ലാം പേട്ട തുള്ളിയിരിക്കണം എന്ന് ഒരു നിയമമെങ്ങും നിഷ്കർഷിക്കുന്നില്ല. പക്ഷേ കലണ്ടറിൽ ഒരു പേട്ടതുള്ളൽ ദിവസം കൊടുത്തിട്ടുണ്ട്. അതല്ലാതെയും അവിടെ പേട്ടതുണ്ട്. അതായത് കലണ്ടറിൽ പേട്ടത്തുള്ളൽ കൊടുത്തിട്ടുള്ളത് അമ്പലപ്പുഴ, ആലങ്ങാട് ഈ 2 യോഗക്കാർക്ക് ഭഗവാനുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. അതൊരു പൗരാണികമായ ചില ഐതിഹ്യങ്ങളാണ്. അപ്പോൾ അവരുടെ പേട്ടത്തുള്ളലാണ് ഈ കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത്. അത് മകരസംക്രമത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവരവിടെ വന്ന് ഇവിടുത്തെ ഗുരുസ്വാമിമാർ അവിടെ വന്ന് പേട്ട തുള്ളി ആ പേട്ടയും കഴിഞ്ഞ് സന്നിധിയിലെത്തി അവർക്ക് അവിടെ ചില വഴിപാടുകളും നേർച്ചകളും പൂജകളും ഒക്കെ ഉണ്ട്. അമ്പലപ്പുഴക്കാർക്കുമുണ്ട്, ആലങ്ങാട്ടുകാർക്ക്. അവർ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപരുന്തിനെ കണ്ടിട്ടേ. അമ്പലപ്പുഴക്കാർ ആകാശത്ത് വട്ടമിട്ട് മറക്കുന്ന കൃഷ്ണപരുന്തിനെ കണ്ടാൽ മാത്രമേ അവർ പേട്ടയ്ക്ക് ഇറങ്ങുകയുള്ളൂ. ആലങ്ങാട്ടുകാർക്ക് വാനിൽ നക്ഷത്രം ഒഴിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിശ്വാസമാണ്. അപ്പോൾ അവരുടെ 2 പേട്ടകളുമാണ് പ്രാധാന്യത്തോടു കൂടി കലണ്ടറിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളിൽ ചെറുപേട്ടകളെല്ലാം എരുമേലിയിൽ നടന്നു വരാറുണ്ട്. അപ്പം തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ എരുമേലി തീർച്ചയായിട്ടും എരുമേലി ഉണർന്ന് ശബരിമല പോലെ തന്നെ എരുമേലി ഉണരുന്നുണ്ട്. കാര്യം എരുമേലി ഒരു കാലഘട്ടത്തിൽ ഈ ശബരിമല പാതയിലെ തുടക്കമായിരുന്നല്ലോ. അവിടെ വലിയൊരു വാണിജ്യ കേന്ദ്രമായി തന്നെ പരിണമിച്ചു. അപ്പോൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോൾ ശബരിമല നട തുറന്നാലും എരുമേലി ഉണരുകയാണ്. വിശിഷ്യ ഈ മണ്ഡലമാസ മകര സംക്രമ കാലത്ത് എരുമേലി ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ എല്ലാ ദിനങ്ങളിലും നമുക്കറിയാം ചെറിയ പേട്ടകൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പേട്ട തുള്ളിക്കഴിഞ്ഞാൽ ഈ കാനനപാതയിലൂടെ തന്നെ വരണം എന്നും നിർബന്ധമില്ല. നിർബന്ധം പഴയ കാലത്ത് അത് വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതുവഴി പോയിരുന്നു. ഇന്ന് മറ്റു വഴികളുള്ളതുകൊണ്ട് അയ്യപ്പന്മാർ ചിലർ എരുമേലി വന്ന് പേട്ട തുള്ളിയിട്ട് തിരിച്ച് അവരുടെ വാഹനത്തിൽ പമ്പയിലെത്തി അങ്ങനെയും പോകുന്നുണ്ട്. ചാലക്കയം പമ്പ വഴി അങ്ങനെയും പോകുന്നു. അങ്ങെത്തുക. അതെ. ഈ നമുക്കറിയാം എരുമേലി വഴിയിൽ നിന്ന് കാനനപാതയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദുർഘടമായ വഴികളാണ്. ഇരുമ്പൂന്നിക്കര, കാളകെട്ടി, കരിമല എവിടെയോ വെച്ച് ഇതിന് രാത്രിയിൽ അവിടെ തങ്ങിയേ പറ്റുവേണ്ടി വരും. ഒരു ദിനം കൊണ്ടെത്തില്ല, ഒരു പകൽ കൊണ്ടെത്തില്ല. ഒരു രാത്രിയും ഒരു പകലും എടുത്താണ് പമ്പയിലെത്തുക സമാധാനത്തോടുകൂടി പോവുകയാണെങ്കിൽ. ഈ 2 വഴികളിലൊന്ന് വരുന്നവരും പമ്പയിലെത്തണം. പമ്പയിലെത്തിയിട്ടാണ് അവിടുന്ന് പോവുക. പക്ഷെ പുൽമേട് വഴി വരുന്നവർക്ക് നേരെ സന്നിധാനം. അതെ, അത് പമ്പയിൽ വരുന്നില്ല. അത് ആ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ പുൽമേടിലേക്ക്. അതെ, അതുവഴിയാണ് ജില്ലയുടെ ഭാഗമാണ്. വണ്ടിപ്പെരിയാർ വഴി വന്നാണ് കയറുന്നത്. പക്ഷെ അതുവഴി വളരെ കുറവാണ്. ഇതുവഴി അപേക്ഷിച്ച് ഈ കൂടുതലും ഈ സാഹസത്തിന് മുതിരുന്നവരാണ് അതുവഴി വരുന്നത്. അതൊരു ശബരിമല യാത്രയോടൊപ്പം തന്നെ അവർക്ക് പറഞ്ഞൊരു സാഹസം കൂടെ എടുക്കാം എന്നുള്ളവരാണ് പരമാവധി അത് വരുന്നുണ്ട്. കാരണം അത് അത്ര വലിയ ഘോര വനമാണ്. അതുവഴി അവർ വരുന്നുണ്ട് പലരും.
ഞാനതുവഴി പോയിട്ടില്ല. അതുവഴി വരുന്ന അയ്യപ്പന്മാരിങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പൊന്നമ്പലമേട് നേരിട്ട് ഇങ്ങനെ ദർശിക്കാൻ കഴിയുന്ന ഒരിടമാണ് ആ പുൽമേടെന്ന് പറയുന്നത്. ഇത് രണ്ടും തീർത്ഥാടന കാലത്ത് മാത്രമേ തുറന്നു കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. മറ്റ് വഴിയാണ് എപ്പോഴും പമ്പ വഴി വരുന്നതാണ്. എരുമേലി ചാലക്കയം, എരുമേലി അല്ല ചാലക്കയം പമ്പ വഴി വരുന്നതാണ്. എല്ലാ മാസത്തിനും പോകാൻ പറ്റും. പക്ഷേ എരുമേലിയും പുൽമേടും എല്ലാം ഈ മാസപൂജകൾക്ക് അനുവദനീയമല്ല. ഇതിനിടയ്ക്ക് നമുക്ക് പ്രേക്ഷകർക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ നമുക്കറിയാം മാസപൂജയ്ക്ക് 5 ദിവസം, പിന്നെ തീർത്ഥാടന കാലം, മറ്റ് വിശേഷ അവസരങ്ങൾ, ഓണം, വിഷു, അങ്ങനെയുള്ള അവസരങ്ങളിൽ. പമ്പയിൽ നിത്യപൂജയല്ലേ? അതെ, ഉണ്ട്. പമ്പയിൽ നിത്യപൂജയുണ്ട്. അവിടുത്തെ മേൽശാന്തി കീഴ്ശാന്തിക്കാരുമല്ല അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് എന്നും രാവിലെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ തന്നെ പമ്പയിൽ നിത്യപൂജയുണ്ട്. പമ്പയിൽ ആർക്ക് വേണമെങ്കിലും അവിടെ അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അവിടെ പ്രായവ്യത്യാസമൊന്നുമില്ല. അവിടെ ദർശനം നടത്താം. അവിടെ എന്നും പൂജയും എല്ലാം നടന്നു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ അവിടുത്തെ കടകമ്പോളങ്ങളെല്ലാം ഒരു പരിധി വരെ അവിടെ ഉണ്ടാവും. അവരെല്ലാം അവിടെ വന്ന് പമ്പയിൽ ഗണപതിയെ എന്നും ദർശനം നടത്താറുമുണ്ട്. അല്ല, KSRTC പ്രധാനപ്പെട്ട ബസ് എല്ലാ ദിവസവും ബസ്സുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അത് മാത്രമല്ല, അതെ, ഈ ഇതിൻ്റെ ശബരിമല ആ മലയുടെ ഒരു താഴ്വാരമാണല്ലോ പമ്പ. അപ്പം അവിടെ ശബരിമലയിൽ ഒരുപക്ഷെ നട അടച്ചു കഴിഞ്ഞാലും അവിടെ പല രീതിയിലുള്ള മരാമത്ത് പണികളും ഒക്കെ നടക്കുന്നുണ്ടാവും. അതിലേക്ക് വേണ്ടതായ സാധനങ്ങൾ മുഴുവൻ പമ്പയിൽ വന്ന് സംഘടിപ്പിച്ചിട്ടാണല്ലോ മുകളിലേക്ക് കൊണ്ടുപോവുക. ട്രാക്ടർ വഴിയോ അല്ലാതെയൊക്കെ കൊണ്ടുപോകുന്നത് അവിടെ പമ്പയിൽ നിന്നാണ്. അപ്പോൾ പമ്പ എപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കും. പമ്പയിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇനി എരുമേലി വഴി കാനനപാത വഴി വരുന്നവരും ഈ മണ്ണാറക്കുളഞ്ഞി ചാലക്കയം വഴി പമ്പയിൽ എത്തുന്നവരും പമ്പയിൽ സംഗമിക്കുകയാണ്. അവിടെ നിന്ന് അവിടെ നമുക്ക് കുറേ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ വിവരങ്ങൾ എവിടെ? പമ്പയിലുള്ളത്. പമ്പയിൽ പ്രധാനമായിട്ടും പമ്പ ഗണപതി ക്ഷേത്രം. അതുകൂടാതെ അവിടെ ശബരിമലയിൽ ശബരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്നതുകൊണ്ട് അവിടെ ശ്രീരാമപാദം ഉണ്ട്. അതേപോലെ ഹനുമാൻ സ്വാമിയുണ്ട്. പിന്നെ പൂർവ്വകാലത്ത് വിസ്മരിച്ചിരുന്ന ഒരു മൂലഗണപതി സ്ഥാനം അവിടെ ഇപ്പോഴുണ്ട്. ആ മൂലഗണപതിയും ഇവിടെ പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലത്താണ് നമ്മൾ പ്രധാനമായി ദർശിക്കേണ്ടത്. അയ്യപ്പനെ ദർശിക്കുന്നതിന് മുമ്പായിട്ട് പമ്പയിൽ വന്ന് ഒരു വിഘ്നങ്ങളുമില്ലാതെ എൻ്റെ ദർശനം പൂർത്തീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി പോകുന്നു. തിരിച്ചു വന്ന് വീണ്ടും പമ്പാ ഗണപതിയെ ദർശിച്ചിട്ടാണ് ഭക്തന്മാർ അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നത്. ഈ പമ്പയിൽ സ്നാനം നടത്തണമെന്ന് നിർബന്ധമാണ്? പമ്പാ സ്നാനം നിർബന്ധമായിട്ട് എങ്ങും നിഷ്കർഷിച്ചായി അറിവില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ഭക്തന്മാരും പമ്പയിൽ സ്നാനം നടത്താറുണ്ട്. 2 കാരണങ്ങൾ കൊണ്ട് ചിലരത് സ്നാനത്തിൽ നിന്ന് മാറാറുണ്ട്. ഒന്ന്, ജലത്തിൻ്റെ ദൗർലഭ്യത. പിന്നെ അല്ലെങ്കിൽ കുത്തൊഴുക്കുകളോ മറ്റോ ഉള്ള ഒരു കാലഘട്ടം, ചിലപ്പം വർഷകാലമൊക്കെ ആണെങ്കിൽ പമ്പയിലെ ഒഴുക്ക് നിയന്ത്രണ വിധേയമാവില്ല. അങ്ങനെ വരുമ്പോൾ സ്നാനം ഉപേക്ഷിച്ച് അങ്ങനെ പോരുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ആൾക്കാരും പമ്പയിൽ വന്ന് സ്നാനം ചെയ്തിട്ടാണ് പോകാറുള്ളത്. ചിലർ പമ്പാ സ്നാനം കഴിഞ്ഞാൽ അവരുടെ പിതൃപ്രീതിക്ക് വേണ്ടി അവിടെ പിതൃതർപ്പണവും ചെയ്യാറുണ്ട്. ഈ ബലിതർപ്പണം അവിടെ എന്നും ഉണ്ട്? നട തുറക്കുന്ന സമയത്തെല്ലാം ഉണ്ട്. തീർത്ഥാടകർ വരുമ്പോഴല്ലേ ബലിതർപ്പണത്തിന് പ്രസക്തിയുള്ളൂ. അവിടെ പിന്നെ അയ്യപ്പൻ ബലിതർപ്പണം നടത്തിയിട്ടാണ് പലയിൽ ഒന്ന് പോയി എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാവാം അതിങ്ങനെ ആചരിച്ചു വരുന്നുണ്ട്. അവിടെ ബലിതർപ്പണം നട തുറത്തിരിക്കുന്ന അവസരങ്ങളിലെല്ലാം ബലിതർപ്പണം ഉണ്ടാവും. വിശ്വസിക്കുന്ന അവർ താല്പര്യമുള്ളവർക്ക് അവിടെ ചെന്ന് ബലിതർപ്പണം നടത്തിയിട്ടും അയ്യപ്പന്മാർ പോകാറുണ്ട്. പമ്പയിൽ മറ്റൊരുപാട് വിശേഷമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അത് പിന്നീട് വരുന്ന ഭാഗങ്ങളിലാണ്. പമ്പ വിളക്കും പമ്പ സന്ധ്യയിലൊക്കെ ആ ക്രമത്തിന് നമുക്ക് അങ്ങോട്ട് പോയാൽ അതിനിടയ്ക്ക് ചോദിക്കുകയാണ്, പമ്പ പറഞ്ഞതുകൊണ്ട് ഈ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന ഭക്തർ മുൻകാലങ്ങളിൽ അല്പം കൂടുതലായിരുന്നു. ഇവരുടെ ഈ വസ്ത്രം, കറുപ്പ് വസ്ത്രമൊക്കെ പമ്പയിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു ആചാരമില്ല. അല്ല, അത് മനസ്സിലാക്കണം. ഈ ശബരിമല തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തിയും വിശ്വാസവും എല്ലാം നമ്മൾ കോർത്തിണക്കുന്നതോടൊപ്പം തന്നെ അവിടെ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളുണ്ട്. അതായത് ആചാരങ്ങൾ നിയമം പാലിക്കുന്നത് പോലെ തന്നെ അവിടെ അനാചാരങ്ങൾ അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ആ നിയമം ഭക്തന്മാർ ദയവായി പാലിക്കുക. കാരണം പമ്പയിൽ ഈ വിസർജ്യ വസ്തുക്കൾ ഇടുക, അതേപോലെ ഈ വസ്ത്രം ഉപേക്ഷിക്കുക, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കുക, ഇതെല്ലാം വർജ്യമാണ്. കാരണം ജലസ്രോതസ്സുകളെ നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് മലിനപ്പെടുത്തുക എന്നുള്ളത് മഹാപാപമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. കാരണം എൻ്റെ കൊച്ചുനാളിലൊക്കെ അറിയാം,
അറിഞ്ഞോ അറിയാതെയോ പോലെയെങ്കിലും ഒരു ജലത്തിൽ അല്ലെങ്കിൽ ഒരു കുളത്തിലാണെങ്കിലും കിണറ്റിലാണെങ്കിലും എന്തെങ്കിലും രീതിയിൽ അശുദ്ധമാക്കിയാൽ അതിന് നമ്മൾ പ്രായശ്ചിത്തമായി നമുക്ക് ഗുരുനാഥന്മാർ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രായശ്ചിത്തമായി അതിനെ സാഷ്ടാംഗം നമ്മളതിനോട് അപരാധമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അപരാധ പ്രായശ്ചിത്തം ചെയ്താലേ അതിന് പൂർത്തീകരണമാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇതൊക്കെ ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്നതാവാം. എങ്കിലും ഈ ജലസ്രോതസ്സുകൾ ഈ പ്രകൃതിയിലെ അനവധി ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി ഉപകരിക്കുന്നതാണ്. ആ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുക, അതിനെ മലിനപ്പെടുത്തുക എന്നുള്ളത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണ്. അതുകൊണ്ട് ദയവായി ഭക്തജനങ്ങൾ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ വരുന്നവരും ഒരു കാരണവശാലും അങ്ങനെയുള്ള അനാചാരങ്ങൾ ചെയ്യാതിരിക്കുക. ഈ പമ്പയിൽ വന്നിട്ട് ചിലർ മാല ഊരാറുണ്ട്, ക്ഷേത്രത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ പമ്പ നദിയുടെ അവിടെ വന്ന് അവിടെ നിക്ഷേപിക്കാറുണ്ട്. അങ്ങനെ ഒരു അത് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും തിരക്കാണ്. ആ തിരക്കിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ഭവനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്നോ ഇരുമുടി കെട്ടാതെ പമ്പയിൽ വന്നാൽ അവിടെ നിന്ന് കെട്ടുമുറുക്കി പോകുന്നവരുണ്ട്. തെറ്റല്ല അത്. കാരണം അവരുടെ ജോലി തിരക്കിനിടയ്ക്ക് ഒരുപക്ഷെ ഏതെങ്കിലും അന്യനാട്ടിൽ നിന്ന് ചെങ്ങന്നൂരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിറങ്ങി പെട്ടെന്ന് അബദ്ധങ്ങളെല്ലാം അവരെടുക്കുന്നുണ്ടാവും. പെട്ടെന്ന് വന്ന് പമ്പയിൽ സ്നാനം ചെയ്ത് പമ്പയിൽ വന്ന് കെട്ടുമുറുക്കി അങ്ങ് പോകും. തിരിച്ച് അവർ വീട്ടിൽ ചിലപ്പോൾ പോവും, ചിലപ്പോൾ അല്ലെങ്കിൽ അവർ ജോലി സ്ഥലത്തേക്കൊക്കെ പോകും. എന്നതുപോലെ നമ്മൾ മുദ്ര ധരിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് പ്രസാദങ്ങളെല്ലാം വീട്ടിൽ സമർപ്പിച്ച ശേഷം തിരിച്ച് അന്ന് സന്ധ്യയ്ക്കോ മറ്റോ ശരണം വിളിച്ച് വേണം മുദ്ര അഴിക്കുവാൻ അല്ലെങ്കിൽ മാല ഊരുവാൻ. അതാണ് നമ്മൾ പാലിച്ചു വരുന്ന ഒരു വിശ്വാസം. മാല ഇട്ട സ്ഥലത്ത് തന്നെ എന്ന് നിർബന്ധമില്ല, എന്ന് നിർബന്ധമില്ല. പക്ഷേ ദർശനം കഴിഞ്ഞ് സ്വഭവനത്തിൽ വന്ന് പ്രസാദങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച ശേഷം വേണം മാല ഊരാൻ. പക്ഷേ ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ തിരക്കുകൊണ്ടാവാം, യാന്ത്രികമായ ജീവിതത്തിനിടയ്ക്ക് ചിലർ അവിടെ വെച്ച് ഊരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാല സൂക്ഷിച്ചു വയ്ക്കാം, വേണമെങ്കിൽ ഈ മാല സൂക്ഷിച്ചു വെക്കാം. അടുത്ത വർഷവും ഈ മാല തന്നെ വേണമെങ്കിൽ ധരിക്കുകയും ചെയ്യാം. ഈ പമ്പയിൽ നിന്ന് കെട്ട് നിറയ്ക്കുന്ന കാര്യം നമ്മൾ ഇപ്പോൾ തിരുമേനി സൂചിപ്പിച്ചു. അങ്ങനൊരു സംവിധാനം ഉണ്ട്. അവിടെ നമ്മൾ ഒരു സാധനങ്ങളും കൊണ്ടെത്തണ്ട, ഒന്നും വേണം. നിശ്ചിത തുക അടച്ചാൽ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ലഭിക്കും. നമ്മുടെ രാഷ്ട്രപതി ഇപ്പോൾ ശബരിമല ദർശനം നടത്തിയപ്പോൾ അവിടെ നിന്നാണ് കെട്ട് നിറച്ചത്. അത് തന്നെ. അത് അവർക്ക് നമുക്കറിയാമല്ലോ, രാഷ്ട്രപതി അവിടെ വന്നപ്പോൾ അവർക്ക് അവിടുത്തെ ആ ദർശനത്തിൽ പങ്കെടുക്കണം. പക്ഷേ അവരിവിടുന്ന് കെട്ടുമുറുക്കി പോവുക എന്നുള്ള പ്രായോഗികമല്ലാത്തതുകൊണ്ട് പമ്പയിൽ വന്ന് കെട്ടുമുറുക്കി ഭക്തിയോടെ പോയി. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, മനഃപൂർവ്വമല്ല എങ്കിൽ തന്നെയും അതൊരു ആചാരമായി ഇന്ന് നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്, അങ്ങനെ അനുഷ്ഠിക്കും. നമ്മൾ ഇരുമുടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ 18 പടി ചവിട്ടി ദർശനം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം. അപ്പം ഒരു സാധനങ്ങളും പൂജാ സാധനങ്ങളും ഒന്നും നമ്മൾ കൊണ്ടുവരണ്ട, എല്ലാം തുക അവിടെ അടച്ച് എല്ലാം നിശ്ചിത തുക അടച്ചാൽ അവിടുന്ന് അവർ ഇരുമുടി സഞ്ചി ഉൾപ്പെടെ അവിടുന്ന് ലഭിക്കും. അത് ഈ തീർത്ഥാടന കാലമല്ല, മാസപൂജ, എല്ലാ പൂജയ്ക്കും നട തുറന്നിരിക്കുമ്പോൾ 18 പടി ചവിട്ടി പോകണമെന്നുള്ളവർക്ക് എപ്പോൾ ചെന്നാലും അവിടുന്ന് ലഭിക്കുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് അവിടെ കെട്ടുനിറയ്ക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായി. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ജോലി തിരക്കിനിടയ്ക്ക് പലർക്കും സംഭവിക്കപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ അവർ പരിഹരിക്കപ്പെടുകയാണ്. അവിടെ നിന്ന് പിന്നെ കെട്ടുനിറച്ച് അങ്ങോട്ടുള്ള യാത്ര, നമ്മളെ പന്തളം രാജപ്രതിനിധിയുടെ ഒരു ഇടം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ കാണിക്കയിട്ട് ഭസ്മവും ധരിച്ചാണ് ഭക്തർ നീങ്ങുന്നത്. അപ്പോൾ 2 വഴികളാണ് കാണുന്നത്. ഒന്ന് പരമ്പരാഗത വഴിയായ നീലിമല അപ്പാച്ചിമേട്, മറുഭാഗത്ത് സ്വാമി അയ്യപ്പൻ റോഡ്. സ്വാമി അയ്യപ്പൻ റോഡ് പിൽക്കാലത്ത് വന്നതാണ്. 1973 പി സുബ്രഹ്മണ്യം സ്വാമി അയ്യപ്പൻ സിനിമ എടുത്തത് അതിൽ നിന്ന് കിട്ടിയ ലാഭമാണ്. അന്ന് പമ്പയിൽ താൽക്കാലിക തിയേറ്റർ കെട്ടി. ശരി. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ ചെറുപ്പകാലമാണ്. തിയേറ്റർ കെട്ടി 2 രൂപയ്ക്കാണ് അന്ന് ടിക്കറ്റ് അവിടെ ഈ സിനിമ പ്രദർശിപ്പിച്ചത്. ഇത് പിന്നീട് തമിഴിലോട്ടും മാറി. തമിഴ്നാട്ടിൽ ഈ സിനിമ അങ്ങ് വലിയ ഹിറ്റായി. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും അയ്യപ്പസ്വാമി എന്നുള്ള പാട്ട്. ഈ സ്വാമി അയ്യപ്പൻ സിനിമയാണ് ഇങ്ങോട്ടേക്ക് ഭക്തരെ ഒരുപാട് ആകർഷിച്ചതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എം.എൻ. നമ്പ്യാരുടെയൊക്കെ അനവധി നമുക്കറിയാം. സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മേരിലാൻഡ് സ്റ്റുഡിയോയുടെ അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യം, അതേപോലെ തമിഴ്നാട്ടിലെ എം.എൻ. നമ്പ്യാർ, ഇങ്ങനെയുള്ള അനവധി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയുടെ ഭക്തിയുടെ അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥാടനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ചിട്ടുണ്ട്. എം.എൻ. നമ്പ്യാരുടെ പേരിലാണ് ഒരു സ്പോൺസർ ഹൗസ് ഉണ്ട്. അതെ, ഇപ്പോഴും തമിഴ്നാട്ടുകാർ ഒന്നല്ല ഉണ്ട്. എം.എൻ. നമ്പ്യാർ തമിഴ്നാട്ടുകാരുടെ ഒരു ഗുരുസ്വാമിയാണ് ഇപ്പോഴും.
നമ്പ്യാർ സ്മാരകം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് അവിടെ താമസിക്കണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, പമ്പയിൽ നിന്ന് 2 വഴികളുണ്ട്. ഇഷ്ടമുള്ള വഴി കൂടെ പോകാമോ? ഇഷ്ടമുള്ള വഴിയിൽ കൂടെ പോകാം എന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പരമ്പരാഗത പാതയിലൂടെ കയറി പോകുമ്പോൾ ഈ നീലിമലയും അപ്പാച്ചിമേടും എല്ലാം ശബരിപീഠവും എല്ലാം കടന്നു പോകാൻ സാധിക്കും. പക്ഷേ സ്വാമിയപ്പൻ റോഡിൽ കൂടെ പോകുമ്പോൾ അത് സാധ്യമല്ല. രണ്ടാമത്, പൊതുവേ നോക്കിയാൽ സുഗമമായ ഒരു വഴി പരമ്പരാഗത പാത തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്വാമിയപ്പൻ റോഡ് ഈ ചരക്ക് നീക്കത്തിനാണ് അതിനുവേണ്ടിയാണ് പ്രധാനമായിട്ടുള്ളത്. പരമ്പരാഗത പാതയിൽ കൂടെ വാഹനം ഓടിക്കാൻ ട്രാക്ടർ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് അവിടെ അനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലൂടെ ഈ പാത ഒരു സൈഡിൽ കൂടെ ട്രാക്ടർ അത്യാവശ്യ സമയങ്ങളിൽ ഓടിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ പിന്നെ പടി കയറി പോവാം. പിന്നെ ഈ കന്യയ്യപ്പന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പാച്ചിമേട്ടിൽ ഈ അരിയുണ്ടേറിയ അത് അവിടുത്തെ താഴെ വസിക്കുന്ന കാനലത്തിൽ വസിക്കുന്ന വന്യജീവികൾക്ക് ഭക്ഷണം എറിയുന്ന രീതിയിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ശബരിപീഠത്തിൽ അവിടെ ശബരി മുനി വസിച്ചിരുന്ന ആ ഒരു സങ്കേതമായിട്ടാണ് വിശ്വാസം. അവിടെ ദർശനം നടത്തി കാണിക്കിട്ട് തൊഴുതു പോകും. അവിടെ ശരം കുത്തുന്ന അവിടെയല്ല, ശബരിപീഠത്തിൽ ഈ ഇപ്പോൾ തന്നെ ശരംകുത്തി നമുക്കറിയാം. ശരംകുത്തിയാൽ പലർക്കും പോകാൻ സാധിക്കാറില്ല. കാര്യം അവിടെ തന്നെ മറ്റൊരു റോഡുണ്ട്. അവിടെയും ചന്ദ്രാനന്ദൻ റോഡ് വഴിയും പോകുന്നുണ്ട്. എളുപ്പം നോക്കി ചന്ദ്രാനന്ദൻ റോഡ് വഴി കയറ്റമില്ല. അതുകൊണ്ട് അതുവഴി ഭക്തന്മാർ തീർത്ഥാടകർ തിരക്ക് കൂടുമ്പോൾ അതെ. അതുമാത്രമല്ല, പരമ്പരാഗത പാത ശരംകുത്തി വഴി തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ചുകൂടെ ഒരു മല കൂടെ കയറി ഇറങ്ങേണ്ടതായി വരും. ഈ എരുമേലിയിൽ നിന്ന് കൊണ്ടുവരുന്ന ശരം അവിടെ ശരംകുത്തിയിൽ വന്നാണ് കുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വേണം കന്യയ്യപ്പന്മാർ പോകണം എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ അങ്ങനെ നമ്മളങ്ങ് ശബരിമലയിൽ 18 മലകളിൽ ഒന്നായ ശബരിമലയിൽ എത്തുകയാണ്. അതെ. അപ്പോൾ വഴി ഭക്തർക്ക് ഇഷ്ടമാണ്. ഏത് വഴി പോയാലും എത്തുന്നതെല്ലാം ഒരിടത്താണ്. ഏത് വഴി പോയാലും വഴി ഏതാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. പമ്പയിൽ നിന്ന് ഏതാണ്ടൊരു 4 കിലോമീറ്ററാണ് സന്നിധാനം വരെ വരുന്നത്. അപ്പോൾ ഈ പരമ്പരാഗത വഴി എടുക്കുമ്പോൾ ഈ പറഞ്ഞ നേട്ടങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പാച്ചിമേടും ഒക്കെ കയറാൻ പറ്റും. കുറച്ചുകൂടി ഈ കാനനത്തിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി പോകാൻ സാധിക്കും. മറ്റേത് നമ്മളൊരു റോഡിൽ കൂടി പോകുന്ന പ്രതീതിയായി പോകും. അതെ. അപ്പോൾ അങ്ങനെ സന്നിധാനത്തെത്തുന്ന ഭക്തൻ ഈ ശബരിമലയുടെ ഒരു ഭൂപ്രകൃതി ഒന്ന് പറയുകയാണ് ഞാൻ. നമ്മൾ അങ്ങോട്ട് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കുഴിയിലോട്ടാണ് അല്ലേ, മല കയറി ഇറങ്ങി വരികയാണ്. അത് ഒരു മറു സൈഡിൽ നമുക്ക് പൊന്നമ്പലമേടിൻ്റെ ഒരു ഭാഗം കാണാൻ കഴിയും. വളരെ ദൂരെ നിന്ന് തന്നെ ശ്രീകോവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പല വഴികളിലൂടെ അങ്ങ് എല്ലാവരും അവിടെ എത്തുകയാണ്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആ തത്വമസി അതറിയാമല്ലോ. നമ്മുടെ ശബരിമല ദർശനവും ഇതെല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ചില പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. കാരണം ജീവിതത്തിൽ കയറ്റവും ഇറക്കവും സമതലങ്ങളും പടികളും എല്ലാം ഉൾക്കൊണ്ടാണ് ഒരു ജീവിതം. ആ ജീവിതത്തിലൂടെ പക്ഷേ അവിടെല്ലാം നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം, ഈശ്വര സാക്ഷാത്കാരം. ആ ലക്ഷ്യത്തിലൂടെ നമ്മൾ പോയാൽ തീർച്ചയായിട്ടും ഭഗവത് ദർശനം ലഭിക്കും എന്നുള്ള പഠിപ്പിച്ചു തരുന്ന ഒരു പ്രതീകാത്മകമായ പാഠം കൂടിയാണ് ശബരിമല ദർശനം. കരിമല കയറി, നീലിമല കയറി, അപ്പാച്ചിമേട് കയറി, അതേപോലെ ആ കയറുന്നതെല്ലാം വീണ്ടും ഇറങ്ങി, വീണ്ടും കയറി, എല്ലാം കഴിഞ്ഞ് അവസാനം ഇറങ്ങി ആ തിരുസന്നിധിയിലെത്തി. പിന്നെ ആ 18 പടികളും നമ്മൾ താണ്ടി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളോട് പറയുകയാണ്, തത്വമസി, അത് നീ തന്നെയാകുന്നു. ആരെയാണോ നീ അന്വേഷിച്ചത്, ആരെയാണോ നീ ആരാധിക്കുന്നത്, അത് നിന്നിൽ തന്നെയുണ്ട്. നിന്നിലുള്ള ഈശ്വരീയാംശം തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ മഹാസന്ദേശമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശബരിമല തീർത്ഥാടനം ഇത്രത്തോളം അർത്ഥവത്തും ജീവിതത്തിനെ പലതും പഠിപ്പിക്കുന്ന ഒരു മഹാസന്ദേശമായിട്ടും പരിണമിക്കപ്പെടുന്നത്. ആ അയ്യപ്പസ്വാമിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും, പൂജാക്രമം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത ലക്കത്തിൽ പറയാം. സ്വാമി ശരണം.